വികസന പദ്ധതികൾ എല്ലാം തന്നെ ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ നേരത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ ഇതാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതും കോടികളുടെ പദ്ധതികളാണ്. അതിന് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. ആളുകളിലേക്ക് അത് എത്തുന്നുമുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അപ്പുറത്ത് ഇതിലൊരു കൗതുകമായി തോന്നിയത് ഇന്നലെ 5 ഗ്യാരണ്ടികൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് എല്ലാ മന്ത്രിമാരും അതിനോട് പ്രതികരിക്കാൻ വരുന്നത്. അതിലൊരു അസ്വാഭാവികത തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ? അവർക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്നതാണ് ആ പ്രതികരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുള്ള പ്രതികരണമായി തോന്നിയത് ഗതാഗത മന്ത്രിയുടെ പ്രതികരണമാണ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുകയാണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് നടപ്പാക്കുകയാണെങ്കിൽ 50 കോടിയെങ്കിലും KSRTCക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് ഒരു നഷ്ടമുണ്ടാക്കുന്ന പണിയാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ബിസിനസ്സായി ഇതിനെ കാണുന്നുവെന്നും അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് പൊതുഗതാഗതത്തെ ഒരു ലാഭകരമായ ബിസിനസ്സാക്കി കാണുകയല്ല. തീർച്ചയായും നഷ്ടത്തിൽ പോയി അതിലെ ജീവനക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു ലാഭകരമായ വലിയ ബിസിനസ്സായി കൊണ്ടുവരിക എന്നുള്ളതല്ലല്ലോ. പൊതുഗതാഗതം എന്നുള്ളത് അതിൽ സൗജന്യങ്ങൾ വരും, ചില ഇളവുകൾ വരും. അത് നമുക്കറിയാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ഇളവ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. അത് എന്തുകൊണ്ടാണ്? അതൊരു സമീപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള വിഷയം. ഇനി ഈ പറഞ്ഞ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ലല്ലോ. ഇവിടെ നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം നല്ല ജോലിയും ഉള്ളവരാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത്? ആരാണ് KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നത്? ഇപ്പോൾ ലോങ് റൂട്ടിലേക്കൊക്കെ യാത്ര പോകും, എല്ലാവരും പോകുമെന്ന് കണക്കാക്കാം. വേണമെങ്കിൽ ഒരു KSRTC ബസ് അനുഭവം എന്നുള്ള രൂപത്തിൽ ആളുകൾ പോകുമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അതിനെ സ്ഥിരമായി ആശ്രയിക്കുന്നവർ സാധാരണ തൊഴിലാളികളാണ്, സാധാരണ ആളുകളാണ്. ചെറിയ ശമ്പളം കിട്ടുന്നവരാണ്. 3000, 4000, 5000 രൂപ ശമ്പളം കിട്ടുന്നവർ വരെ ഉണ്ടാകാം. അവർക്ക് ഒരു വലിയ തുക അതിൽ നിന്ന് ലാഭിക്കാൻ കഴിയില്ലേ? അപ്പോൾ അത് അവരെ ശാക്തീകരിക്കില്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ആശയം വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആശയത്തെ പെട്ടെന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പെട്ടെന്ന് വന്ന ഒരു തള്ളായും ഒക്കെ കാണുന്നത് അതിന് ചുരുക്കി കാണലാണ്. നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഓരോ വിഷയത്തെയും കാണേണ്ടതുണ്ട്.